നമസ്കാരം. ആർവിഎസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസുകാരുടെ സെമസ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്നാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോബബിലിറ്റീൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ +2 പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലർക്കത് ഈസി ആയിരിക്കും, ചിലർക്കത് ടഫായിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അന്ന് പഠിച്ചതൊന്നും അല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം സിലബസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തതുപോലെ തന്നെ ഇത്തവണയും പെയ്ഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഞാൻ സാമ്പിളായിട്ടൊരു 2 വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ താഴെ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കാം. ആ ലിങ്കിൽ പോവുക, ഈ ക്ലാസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്തതുപോലെ തന്നെയാണ്. ആ ലിങ്കിൽ പോകുമ്പോഴേക്കും നിങ്ങളൊരു പേജിലെത്തും, rvsmathsacademy.graphy.com എന്ന്. ആ പേജിൽ നിങ്ങളുടെ കോഴ്സ് GAMAT 301 അത് തന്നെ അന്ന് ഉറപ്പ് വരുത്തി സെമസ്റ്റർ 3 ഉള്ള കമ്പ്യൂട്ടർ സയൻസുകാരുടെ മാത്സ് ആണെന്ന് ഉറപ്പ് വരുത്തി മേടിക്കുക. കാരണം ബാക്കി വേറെയും കോഴ്സസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ കോഴ്സാണെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾ GAMAT 301 മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 സെമസ്റ്റർ 3 ഇതൊക്കെ നോക്കിയിട്ട് വേണം കോഴ്സ് വാങ്ങാനേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് സെമസ്റ്റർ 3 ഈസി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോർഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് മോഡ്യൂളിലെ സിലബസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. റാൻഡം വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേരെന്ന് വിചാരിക്കാം. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. റാൻഡം വേരിയബിൾ പഠിക്കാനുള്ളത് റാൻഡം വേരിയബിൾ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, പിന്നെ അതിൻ്റെ മെയിൻ വേരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ള 2 ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും 2 ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു വേരിയബിളിലാണ്. അത് കഴിഞ്ഞ് ജോയിൻറ്റ് PMF എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ ആകുമ്പോൾ 2 വേരിയബിളിൽ വരുമ്പോഴുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ സിലബസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ഇതാണ് നിങ്ങളുടെ സിലബസ്. നമ്മൾ +2 പഠിച്ചതിൽ നിന്ന് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ഇവിടത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആകെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഓർമ്മ വരണേ? ഫസ്റ്റ് ഡേ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കോയിൻ ടോസ് ചെയ്തു, ഹെഡ് വന്നു, ടെയിൽ വന്നു എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ വരുന്നതല്ലേ? ഓക്കെ, അത് തന്നെ നമ്മളിവിടെ പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് നിസ്സാരമായ സാധനമാണേ. ഈ ഹെഡ് ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കേസസ് വരാം? സെറ്റിനകത്ത് ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. എനിക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ എന്തുവാണ്? എൻ്റെ ഹെഡ് കിട്ടുക. അപ്പോൾ അത് ഒരു കോയിനിൽ ഒരു സൈഡിൽ മാത്രമേ ഹെഡ് വരുള്ളൂ, അതാണ് 1. ബൈ ടോട്ടൽ എത്ര കേസ് ഉണ്ട്? ഹെഡോ ടെയിലോ വീഴാം, അതാണ് 2. ഇത് കേട്ടും അടുത്ത് എനിക്കിത് വേണ്ട എന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ, നമ്മുടെ ഈ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങളുടെ പേര് ഞാനിവിടെ എഴുതാൻ പോവാണേ. S എന്ന് പറയുന്ന സെറ്റിനകത്ത് അഞ്ജു, പ്രിയ, രഞ്ജിനി, വിഷ്ണു, സുബിത, ആദിൽ, നിതിൻ. ഓക്കെ, എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പേര് ഞാനിവിടെ എഴുതിയേക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുകയാണ്, കാഡ്ബറിയുടെ ചോക്ലേറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനതിൽ ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെ ഇപ്പോൾ ഞാൻ കൊടുക്കും? ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ മൊത്തം എത്ര പേരായി ക്ലാസ്സിലല്ലേ നോക്കിക്കേ? 1 2 3 4 5 6 7. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിലുണ്ട്. ഒരു ട്യൂഷൻ ക്ലാസ് എന്ന് വിചാരിക്കും. ഇതിനകത്ത് ഞാനിപ്പം ലോട്ടിട്ട് എടുക്കുകയാണ് ആർക്കെങ്കിലും ഒരാൾക്ക്. അല്ലാതെ പാർഷ്യാലിറ്റി ആയി പോകില്ലേ? ഒരാളെ വെറുതെ ഞാനിങ്ങനെ വിളിക്കുന്നത് പ്രിയ ഇങ്ങ് വന്ന് പറഞ്ഞിട്ട് പ്രിയയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ പെൺകൊച്ചുങ്ങളെ ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഈക്വൽ ചാൻസ് എല്ലാവർക്കും കൊടുക്കണം. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും അപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ലോട്ടിടുകയാണ്. ലോട്ടിട്ടപ്പോൾ എനിക്ക് കിട്ടിയത് നിതിനെയാണ്. നിതിൻ എന്ന് പറഞ്ഞാൽ 7 പേരിൽ ഒരാളാണ്. അപ്പം എൻ്റെ ചോക്ലേറ്റ് കിട്ടാൻ, ഈ നിതിന് കിട്ടാനുള്ള ചാൻസ് പോലെ തന്നെ ആദിലിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആദിലും ഈ 7 പേരിൽ ഒരാളാണ്. അപ്പോൾ ഈ ലോട്ടിടുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസാണ്. നിങ്ങളുടെ എല്ലാവരുടെ പേരും ഒന്നുപോലെ അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ ഫേവറബിൾ നമ്പർ ഓഫ് കേസ്, നമ്മൾ ലോട്ടിടുമ്പോൾ വരുന്ന കേസ് എത്രയാണ്? ഒരാളെ മാത്രമേ എനിക്ക് വരുമ്പോൾ കിട്ടത്തുള്ളൂ. ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 7. അപ്പം ഒരാൾക്ക് മുട്ടായി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തുവാണ്? 1/7. അതെന്തുകൊണ്ട്? എൻ്റെ ക്ലാസ്സിൽ മൊത്തം 7 കുട്ടികളുണ്ടായിരുന്നു, അതിലൊരാൾക്ക് മുട്ടായി കിട്ടി, അതാണ് 1. അപ്പോൾ ഞാൻ 2 പേരെ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ചോക്ലേറ്റിൽ 2 ചോക്ലേറ്റ്, 2 പേരെ ചൂസ് ചെയ്യണം. അപ്പം ഓരോരുത്തരുടെ പേരും 2 പേരെ ഞാൻ ചൂസ് ചെയ്യുവാണെങ്കിൽ
പ്രോബബിലിറ്റി എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും, ഫേവറബിൾ എന്ന് പറയുന്നത് ഞാൻ 2 കുട്ടികളെ ചൂസ് ചെയ്യണം. അപ്പോൾ അത് 2 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് 7. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു കുട്ടിക്ക് മിഠായി കൊടുക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കുട്ടിയാണ് മുകളിൽ ഫേവറബിൾ, ഒരാളെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് 1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് 7. ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ആൻസർ ഉണ്ട് ഇവിടെ 1/2, 1/7, 2/7. ഇതെല്ലാം നമുക്ക് ഡെസിമൽ പോയിൻറ്റ് സംതിങ് എന്നുള്ള രീതിയിലല്ലേ ആൻസർ വരത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കാര്യം +2 പഠിച്ചു വെച്ചേക്കുകയാണ്. പ്രോബബിലിറ്റിയുടെ ആൻസർ എപ്പോഴും 1നും 0ക്കും ഇടയ്ക്ക്, അതായത് 0ക്കും 1നും ഇടയ്ക്കുക. 0 ആവാം, 1 ആവാം, ഇതിനിടയ്ക്കുള്ള വാല്യൂസും വരാം. ഒരിക്കലും 1നേക്കാളും വലുതും ആവത്തില്ല, 0നേക്കാളും ചെറുതും ആവത്തില്ല. ഇതെൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആലോചിച്ചോളണം. നമ്മൾ +2 പഠിച്ചിട്ട് ഈ ചാപ്റ്ററിലേക്ക് നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന ആകെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫേവറബിൾ നമ്പർ ഓഫ് കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ്. പ്രോബബിലിറ്റിയുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, 0ക്കും 1നും ഇടയായിരിക്കും. നെഗറ്റീവ് ഒരിക്കലും വരത്തില്ല, 1നേക്കാളും വലുതാവത്തില്ല, 0നേക്കാളും ചെറുതാവത്തില്ല. ഇത്രയും അറിയാമല്ലോ. ഇത്രയും അറിയാമെങ്കിൽ ഇനി ബാക്കി പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്കിനി ബാക്കി പോർഷനിലോട്ട് പോകാം. അപ്പം ഞാൻ വീണ്ടും പറയുവാണ്, നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് പെയ്ഡ് ക്ലാസ്സസ് ആണ്. അപ്പം ക്ലാസ് ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ rvsmathsacademy.graphy.com എന്നുള്ള പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് നോക്കിക്കോളൂ, GAMAT 301. ഈ സബ്ജക്റ്റ് കോഡുള്ള സബ്ജക്റ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് എന്ന് ആശംസിക്കുന്നു. നമുക്ക് നേരിട്ട് ബാക്കി വീഡിയോയിൽ കാണാം. നോക്കിയേ, ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്, എക്സ്പെരിമെൻറ്റ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിനെ ഞാൻ എക്സ്പെരിമെൻ്റ് എന്ന് എഴുതി വെച്ചിരിക്കണമെന്നല്ലേ. ആ ചാപ്റ്റർ എന്താണെന്നും അതിൻ്റെ ഹെഡിങ് എന്താ ഡിനോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം അറിയേണ്ട എക്സ്പെരിമെൻ്റാണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. എനിക്ക് ഡെഫിനിഷൻ ഒന്നും വേണ്ട, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞുതരാൻ നോക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ല, ഫോമുല വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള തരത്തിലുള്ള പ്രോബ്ലമാണ് എല്ലാം വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, പരീക്ഷണം എന്നാണ് മനസ്സിൽ വരുന്നത്. നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്തിട്ടുള്ളവരായിരിക്കത്തില്ലേ. ലാബിൽ ചെയ്ത പരീക്ഷണം ഓർമ്മ വരുന്നുണ്ടാവും. ഞാനാണെങ്കിൽ എപ്പോഴും കുക്കിംഗ് പരീക്ഷണം ചെയ്യാറുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നതിന് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്നും റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റും റാൻഡം എക്സ്പെരിമെൻറ്റും ഞാൻ എഴുതി വെച്ചു. ഇതെന്താണ് ഈ ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് വേറൊന്നുമല്ല, നമുക്കതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാമായിരിക്കും. അപ്പം അങ്ങനത്തെ എക്സ്പെരിമെൻറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. ഞാനൊരു കുഞ്ഞിനോട് പറയുവാണ്, അവന് ഒരു കയ്യിലൊരു 5 ആപ്പിളും മറ്റു കയ്യിൽ 6 ആപ്പിളും കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറയുവാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, 5 + 6 = 11 എന്ന് ആഡ് ചെയ്തെടുക്കും. എന്തായാലും 5 + 6 ആഡ് ചെയ്യുമ്പോൾ 7 എന്ന ആൻസർ കിട്ടത്തില്ലല്ലോ, 9 ഒന്നും കിട്ടത്തില്ലല്ലോ, 11 അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയാം, ഔട്ട്കം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരം എക്സ്പെരിമെൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ്. Okay, outcome can be predicted in advance. ആ എക്സ്പെരിമെൻറ്റിന് ആകെ ഒരേ ഒരു ഔട്ട്കമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഔട്ട്കം നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ്. അതവിടെ കഴിഞ്ഞു, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്ക് വേണ്ടത് റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്തെന്ന് പറഞ്ഞാൽ ഔട്ട്കം ക്യാൻ ബി പ്രെഡിക്റ്റഡ് ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻ്റ് എന്ന് അത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ റാൻഡം എക്സ്പെരിമെൻ്റ് എന്തായിരിക്കും, മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടായിരിക്കും. ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ് എന്നല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഔട്ട്കം വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റിനകത്ത് നമുക്ക് എന്ത് വരാം, മോർ ദാൻ 1 ഔട്ട്കം. മോർ ദാൻ 1 ഔട്ട്കം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇതങ്ങ് മനസ്സിലാവേ. ഓക്കെ, അപ്പോൾ ഞാൻ റാൻഡം എക്സ്പെരിമെൻ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. എൻ്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്, 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. ഈ 10 കുട്ടികളിൽ ഒരാൾക്ക് ഞാനൊരു പേന കൊടുക്കാൻ പോകണം. എൻ്റെ കയ്യിലുള്ള ഈ പെൻ എന്ന് പറയുന്നത് ഈ 10 കുട്ടികളിൽ ആർക്കും ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഇവരുടെ പേരെല്ലാവരെയും ഒരു ലോട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിടുവാണ്. അതിനകത്തുനിന്ന് ഞാൻ ഇവരെ ഒരാളെ ചൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ആരെയാണ് കിട്ടുക എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ആരുടെ പേരാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ആരുടെ പേര് വേണേലും വരാം. അതായത് ഈ ഈസി ക്ലാസ്സിലെ കുട്ടികളെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്നതിൽ ആരുടെ പേര് വേണേലും ഞാൻ ലോട്ടിട്ടെടുക്കുമ്പം വരാം. അപ്പോൾ ഇതിൽ ഓരോ കുട്ടികൾ ആരുടെ പേര് വേണമെങ്കിലും വരാം. ആരുടെയൊക്കെ പേര് വരാനാണ് ചാൻസ് ഉള്ളത്, അബിൻ്റെ പേര് വരാം,
അബിൻ്റെ പേരേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് വരാം. അങ്ങനെ ഈ എഴുതിയിരിക്കുന്ന എല്ലാ കുട്ടികളുടെ പേരും നമുക്ക് വരാം. ഇങ്ങനെ ഈ എല്ലാ കുട്ടികളുടെ പേരിനെയും കൂടി ഞാനൊരു സെറ്റിനകത്ത് ഡിനോട്ട് ചെയ്യണം. എന്തൊക്കെ കുട്ടികളുടെ പേര് വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം ഞാനൊരു സെറ്റിനകത്ത് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ആ സെറ്റിന് പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, ഞാൻ ലോട്ടിട്ടെടുക്കുമ്പം വരുന്ന ഓരോ കുട്ടികളുടെയും പേരിന് ഞാനൊരു സെറ്റിനകത്ത് എഴുതി എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ, എന്തൊക്കെയാണ് എൻ്റെ ഔട്ട്കം, അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള ഓരോ ആൾക്കാരില്ലേ, ഈ ഓരോ ആൾക്കാരെയും ഔട്ട്കം അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം, ഈവൻ്റ് എന്ന് പറയാം. ഔട്ട്കം എന്നല്ലെങ്കിൽ ഈവൻ്റ് എന്ന് പറയാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. എൻ്റെ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കത്തിന് ഞാനൊരു സെറ്റിൽ ഡിനോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഈ ഔട്ട്കമ്മിനെ നമ്മൾ എന്തെന്നും പറയാം, ഈ ഓരോ ആൾക്കാരും എന്തും ആണ്, ഈവൻറ്റും ആണ്. അപ്പം ഇത് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായൊരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് മോർ ദാൻ ഒന്ന് ഔട്ട്കം ഉണ്ടാവും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മോർ ദാൻ ഒന്ന് ഔട്ട്കം വരുന്ന കേസിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്കമ്മിനെ നമ്മളൊരു സെറ്റായിട്ട് ഡിനോട്ട് ചെയ്താൽ അതിനെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. അതിൽ ഓരോ ആൾക്കാരെയും നമ്മൾ എന്തെന്ന് പറയും, ഔട്ട്കം അല്ലെങ്കിൽ അതിനെ ഈവൻ്റ് എന്നാണ് പറയുന്നത്. ഇനി ഈ സെറ്റിനകത്ത് ഈ കിടക്കുന്നില്ല ആൾക്കാരെ, ഇയാളെ നമുക്കൊരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഓരോ പ്രാവശ്യം ഇങ്ങനെ പേര് എഴുതുന്ന ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്ത് എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് ബിലോങ്സ് ടു നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് എന്നുള്ള ഫോമിൽ. ഇങ്ങനെ ഒരു വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യുമ്പം ആ വേരിയബിൾ നമ്മൾ പറയുന്ന പേരാണ് റാൻഡം വേരിയബിൾ. നമുക്ക് ഓരോ ഔട്ട്കമ്മിനെയും നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഡിനോട്ട് ചെയ്യും. ആ എക്സിനെ ആ വേരിയബിളിനെ പറയുന്നതാണ് റാൻഡം വേരിയബിൾ. ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കിവിടെ പഠിക്കാനുണ്ട്. റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നല്ലേ, അതും കൂടെ പറഞ്ഞുതരാം. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എക്സ് എന്ന് പറയുന്നത്, ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എനിക്ക് എത്ര കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, 10 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ലോട്ടിട്ട് എടുത്തപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള ആളാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കത്തില്ല. എക്സ് എന്ന് പറഞ്ഞാൽ ആദിലാവാം, അല്ലെങ്കിൽ അഭിനാവാം, അതുല്യാവാം, ദേവാനന്ദാവാം, സത്യാവാം, കൃഷ്ണപ്രിയ ആവാം, അല്ലെങ്കിൽ ശ്രീനി ആവാം. ഇങ്ങനെ ഈ പറഞ്ഞതിനകത്ത് ആരെങ്കിലും ആയിരിക്കാം എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രീറ്റ് ആവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂസ് എന്തായിരിക്കും, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരിക്കും റാൻഡം വേരിയബിൾ. സപ്പോസ് എൻ്റെ ഈ അബിൻ, ആദിൽ, അതുല്യ എന്നുള്ളവർ ഞാനൊരു നമ്പർ ലൈൻ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചോളൂ. അബിൻ്റെ പേരാണ് കിട്ടണമെങ്കിൽ അബിനാണ് റോൾ നമ്പർ 1. സോ അതിനെ ഞാനിവിടെ 1 എന്ന് എഴുതും. അബിനെന്ന് പേര് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്പർ ലൈനിലാവുമ്പോൾ അവൻ്റെ റോൾ നമ്പറിൽ എഴുതാൻ പറ്റുള്ളൂ 1. അടുത്ത ആൾക്ക് ഞാൻ 2, അതിൻ്റെ അടുത്ത ആൾക്ക് 3. അങ്ങനെ ഞാൻ നമ്പർ ഇട്ട് ഇവിടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്, 10 വരെ ഉണ്ടായിരുന്നു. 10 പേരുടെ നമ്പർ വരെ ഇട്ട് വെച്ചു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലോങ്സ് ടു സാമ്പിൾ സ്പേസ്. പക്ഷേ ഇവിടെ ഞാൻ എന്താണ് എഴുതിയൊക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, 1, 2, 3 എക്സെട്ര അപ് ടു 10 വരെ. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള റാൻഡം വേരിയബിളിനെ നമ്മളെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എന്നാൽ അതേ സമയത്ത് ചില റാൻഡം വേരിയബിൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിന് എന്തെന്ന് പറയും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ സ്പീഡ് ഓഫ് എ ബൈക്ക് ആണെന്ന് വിചാരിക്കും, ബൈക്കിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ തന്നെ ഹൈറ്റാണ് നമ്മൾ എടുക്കണം എന്ന് വിചാരിക്കും. എൻ്റെ ഈ ക്ലാസ്സിൽ ഈ പറഞ്ഞ 10 പേരുടെ ഹൈറ്റ് നമ്മളെടുത്തു. അബിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം 175 ആയിരിക്കാം, ആദിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പം 185 ആയിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെ ഹൈറ്റ് നോക്കുമ്പോൾ, അതുല്യയുടെ ഹൈറ്റ് നോക്കുമ്പോൾ ചിലപ്പം 165.3 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും ഹൈറ്റ്. ഒരാളുടേത് 175 ആണെങ്കിൽ അടുത്ത ആളുടേത് 185. അതുല്യയുടെ ഹൈറ്റ് നോക്കുമ്പോൾ 165.3, അടുത്ത അർജുൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ 180, ദെൻ ദേവാനന്ദിൻ്റെ ഹൈറ്റ് നോക്കുമ്പം 170, ഇങ്ങനെ സത്യയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും 175, ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ 170.4, 175.3 ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റിന് ഒരു റേഞ്ചിൽ പറയും. അതായത് സ്റ്റാർട്ടിങ് ഫ്രം 164 ടു ഏറ്റവും ഹയസ്റ്റ് 185 ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഈ
ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് 164 185 ഇടയ്ക്കുള്ള നമ്പർ പറയാൻ പറഞ്ഞാൽ എത്ര എണ്ണേ ഉണ്ടാവത്തുള്ളൂ? ഒരു 10 അല്ലെങ്കിൽ 15 എന്നാണോ പറയാൻ പോകുന്നത്? അല്ല, 164 165 ഇടയ്ക്ക് പോലും ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. 164 തൊട്ടടുത്ത നമ്പർ പറയാൻ പറഞ്ഞാൽ ഒരാൾ 164.1 എന്ന് പറയും, പക്ഷേ മറ്റൊരു കുഞ്ഞു പറയും 164.05 എന്ന് പറയും. അപ്പം തന്നെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് അതിനകത്ത് വരുന്നില്ലേ? അങ്ങനെ ഇൻഫിനിറ്റ് നമ്പേഴ്സ്, അതായത് കൗണ്ടബിളി ഇൻഫിനിറ്റ് വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതായത് എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ നമ്മൾ നല്ല ഇൻ്റർവൽ ആയിട്ടൊക്കെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. A, B എന്നുള്ള ഫോമിലൊക്കെ ഇൻ്റർവൽ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാൻഡം വേരിയബിൾ ഒരു ഇൻ്റർവൽ ആയിട്ട് ഒരുപാട് ഇൻഫിനിറ്റ് നമ്പേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നമുക്ക് എണ്ണാൻ പറ്റുന്ന തരത്തിൽ കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്റർ ഇത് രണ്ടുമാണ്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് മോഡ്യൂളും, രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് അടുത്ത് നമുക്ക് പഠിക്കാം. അടുത്ത മോഡ്യൂളായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ് നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളായിട്ട് വരുന്നത്. അപ്പുറത്തെ പേജിലുള്ളതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതി, എന്നിട്ട് ഞാൻ എക്സാമ്പിളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈ ചാപ്റ്ററിൽ വേണ്ട നമ്മുടെ മോഡ്യൂൾ 2-നകത്താണ് എന്താണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് മോഡ്യൂൾ 2-ൽ പഠിക്കാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. എന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതൊരു റേഞ്ചാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ക്ലാസ്സിലെ കുട്ടികളുടെ പൊക്കത്തിൻ്റെ ആ ഒരു റേഞ്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ തന്നെ 2 തരത്തിലുണ്ട് കേട്ടോ. കൗണ്ടബിൾ ആവുന്നതുകൊണ്ട്, കൗണ്ടബിളി ഫൈനൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ കൗണ്ടബിളി ഇൻഫിനിറ്റും ഉണ്ട്. കൗണ്ടബിളി ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഒരു ഷെൽഫിലിരിക്കുന്ന ബുക്കിൻ്റെ എണ്ണം, ഇതൊക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നത്. ഇതിനെയാണ് കൗണ്ടബിളി ഫൈനൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ അടുത്ത് പറയുന്നത് ആകാശത്തുള്ള സ്റ്റാർസിന് എണ്ണാൻ പറഞ്ഞാൽ എണ്ണാൻ പറ്റും, പക്ഷെ തീരുന്നില്ല അല്ലേ? എല്ലാ സ്റ്റാർസും നമുക്ക് അവിടെ കാണാം, കൗണ്ടബിളുമാണ്. പക്ഷേ അവിടെ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഉണ്ട്, കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിൽ. ഒരു ചാക്കിലിരിക്കുന്ന അരി, ആ ചാക്കിലിരിക്കുന്ന അരി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് എണ്ണാം, പക്ഷേ ശരിക്കും അത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. എണ്ണിയെടുക്കാമെന്ന് പറഞ്ഞാൽ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊരു അവസാനമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് 0 1 2 എക്സെട്ര n എന്നാണ് ജനറലായിട്ട് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികളും, ഇപ്പോൾ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ എഴുതിയത്, ഓരോ കുട്ടികൾക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു? ഞാൻ ആ പെൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ലോട്ടിട്ടെടുക്കുന്നത്. ഇതിൽ ഓരോ കുട്ടികൾക്കെയും ലോട്ടിൽ വീഴാനുള്ള അവരുടെ ചാൻസ് എത്രയാണ്? ആദിൽ എന്ന് പറയുന്ന കുട്ടിയുടെ പേര് വീഴാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 10 കുട്ടികളിൽ ഒരാളാണ് അവൻ. അപ്പോൾ അവൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10. അതുപോലെ അടുത്ത അർജുൻ്റെ ചാൻസ് എന്ന് പറയുന്നതും 1/10. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഈ കുട്ടികളെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 1 2 3 എക്സെട്ര അപ് ടു 10 എന്ന് എഴുതിയെന്ന് വെച്ചോ. 3 4 5 6 7 8 9 10 എന്ന് എഴുതി. ഈ ഓരോ ആൾക്കാരും വീഴാനുള്ള, അതായത് ആദിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/10. അതുപോലെ അടുത്ത ആൾ അർജുൻ വീഴാനുള്ള പ്രോബിലിറ്റി 1/10. പിന്നെ ഞാൻ ഓരോ കുട്ടികളുടെ പേര് എഴുതിയില്ല. ഈ ഓരോ ആൾക്കാരുടെ പേരും വീഴാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/10 ആണ്. കാരണം അവിടെ 10 കുട്ടികളിൽ ഒരാളാണ് നമ്മൾ ലോട്ടിട്ടെടുത്തത്, അതുകൊണ്ടാണ് അത് 1/10 ആണ്. സപ്പോസ് 5 കുട്ടികളിൽ ഒരാളെ എടുക്കുമ്പോൾ 1/5 1/5. ഓക്കെ, ഇനി ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ ഓരോ റാൻഡം വേരിയബിളും വരാനുള്ള പ്രോബബിലിറ്റി, അവരുടെ പ്രോബബിലിറ്റി എഴുതാനുള്ള ചാൻസിന് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് PMF എന്നല്ലെങ്കിൽ എന്തെന്ന് പറയും? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയും. അതിനെ P of X എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ P of X ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ P of X is equal to എന്നോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ നമ്മൾ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, PMF എന്ന് തന്നെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യും. P of X, ഈ പ്രോബബിലിറ്റി ഇങ്ങനെ എഴുതുന്ന ഈ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനകത്തും ഉണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയായാലോ? എന്താ ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ലോട്ടിടുമ്പോൾ വീഴാനായിട്ടൊരു പ്രോബബിലിറ്റി ഉണ്ട്. ആ പ്രോബബിലിറ്റി നമുക്ക് ഇതേപോലെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. 10 കുട്ടികളെയും വീഴാനുള്ള ചാൻസ് 1/10 1/10 1/10. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1/10 10 പ്രാവശ്യമല്ലേ? 1/10 + 1/10 + 1/10 + 1/10 അങ്ങനെ 10 പ്രാവശ്യം 1/10 ആഡ് ചെയ്യുമ്പോൾ 10/10 is equal to എന്തെന്നാണ് കിട്ടുന്നത്? 1. അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം അതിനകത്തുള്ള റാൻഡം വേരിയബിൾ എക്സിക്യൂട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ താഴെയുള്ള പ്രോബബിലിറ്റികളെല്ലാം ആഡ് ചെയ്യുമ്പം നമുക്ക്
ഒരു എക്സ്പെരിമെൻറ്റിനകത്തുള്ള കാര്യമാണ്. എന്ത് കിട്ടും? 1. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഒരു എക്സ്പെരിമെൻറ്റിനകത്ത്, റാൻഡം എക്സ്പെരിമെൻറ്റിനകത്തുള്ള എന്താണ് പ്രോബബിലിറ്റികളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇതെൻ്റെ കുട്ടികളെ ഒന്ന് മനസ്സിൽ നല്ലോണം ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ കുഞ്ഞുങ്ങളെ. സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ PMFൽ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഞാൻ പറഞ്ഞതപ്പം പ്രത്യേകം ശ്രദ്ധിച്ചല്ലോ. എന്തുവാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലായിരിക്കും. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവം എപ്പോഴും 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കാം. 1നെക്കാളും കൂടത്തുമില്ല, 0യെക്കാളും കുറയത്തുമില്ല. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചോളണം. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു പോയപ്പോഴേ 1/10 1/10 എന്ന് എഴുതിപ്പോയി. അതായത് ഒരു കുട്ടി ഒരു ലോട്ടിട്ടെടുത്തപ്പം എൻ്റെ ക്ലാസ്സിലെ 10 കുട്ടികളിൽ ഒരു കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് 1/10, 10ൽ 1 ആയതുകൊണ്ട് 1/10 എന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും പ്രോബബിലിറ്റിയുടെ ബേസിക് ഫോമിൽ അറിയാമെന്നുള്ള ഒരു ഓർമ്മയിലാണ് ഞാനത് പറഞ്ഞു പോയത്. നമുക്ക് +2 പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ഈ ചാപ്റ്ററിനകത്തൊന്നും കുഴപ്പമില്ല. ആവശ്യമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ നമ്പർ ഓഫ് കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ്. ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. പിന്നെ പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും പ്രോബബിലിറ്റി എപ്പോഴും നിൽക്കുന്നത്. ഞാനിവിടെ തൊട്ട് മുന്നേ പറഞ്ഞ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതായത് ഈ പ്രോബബിലിറ്റി, ഈ കിട്ടുന്ന ആൻസർ എല്ലാം 0ക്കും 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k by 2 is a probability distribution for a random variable that can take values x is equal to 0, 1, 2, 3, 4. Find k p of x less than or equal to 1, p of x greater than 1, p of x greater than or equal to 3 and p of 2 less than or equal to x less than 4. ഇത്രയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്നുകൂടെ നേരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കി. ഗിവൺ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു k by 2 എന്തെന്ന് പറയുന്നുണ്ട്? അതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് അതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ് ഈ തന്നേക്കുന്നത്. for a random variable that can take values x is equal to 0, 1, 2, 3, 4. for a random variable. റാൻഡം വേരിയബിൾ രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ ഇത് എന്ത് തരം റാൻഡം വേരിയബിളാണ്? ഡിസ്ക്രീറ്റ്. ഇപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. x equal to 0, 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ആ എക്സിന് ഈ ഓരോ വാല്യൂ വരുമ്പോൾ ഉള്ള എഫ് ഓഫ് എക്സ്, പി ഓഫ് എക്സ് എന്നുള്ളതിന് വരെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് k by 2 എന്നാണ് ഈ തന്നേക്കുന്നത്. അതായത് ഇനി നമുക്കൊരു ടേബിളായിട്ട് ഡിനോട്ട് ചെയ്യണമെങ്കിൽ എക്സിന് എന്തൊക്കെ വാല്യൂ വരും? എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ഫോമിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു k by 2 ഓക്കെ. എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ ഈ ഫോമിൽ എങ്ങനെ വരും? k by 2 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ k by 1 എന്ന് പറഞ്ഞാൽ അതെന്താ? k മാത്രം. എക്സിൻ്റെ വാല്യൂ 1 ആവുമ്പം ഇത് എക്സിൻ്റെ വാല്യൂ മുകളിൽ കിടക്കണം. k by 2 എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഈ ഫോമിൽ എങ്ങനെ വരും? k by 2. എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഇത് k by 2². ഓക്കെ, k by 2² എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? k by 2² എന്ന് പറഞ്ഞാൽ k by 4 ആണ്. അപ്പോൾ ഞാൻ k by 4 എന്ന് എഴുതിക്കോട്ടെ. അടുത്ത് എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ 2³ എന്ന് പറയും. 2³ എന്ന് പറഞ്ഞാൽ എന്താണത്? k by 8 ആണ്. അടുത്ത് എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പം k by 2⁴ എന്ന് പറയും. 2⁴ എന്ന് പറഞ്ഞാൽ അത് k by 16 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി PMF ആണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞ്. ക്വസ്റ്റ്യൻ്റെ ടേബിളായിട്ട് തരുന്നതിന് പകരം ഇങ്ങനെ തന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ PMF എഴുതി കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത് അവർ പറഞ്ഞേക്കുന്നത് കെയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ കെയുടെ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താക്കാതെ സാമ്പിൾ സ്പേസ് എന്താ, ഔട്ട്കം എന്താ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഓർത്ത് വയ്ക്കേണ്ട ഫോമുല ഇങ്ങനെ എഴുതുന്നതിന് PMF എന്ന് പറയുന്നു. എക്സിൻ്റെ വാല്യൂ 0 മുതൽ എണ്ണാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞേക്കുകയാണെങ്കിൽ ഇത് ഡിസ്ക്രീറ്റ് ആണെന്നും. പിന്നെ ഒരു കാര്യം പറഞ്ഞു, സമ്മേഷൻ പി ഓഫ് എക്സ് പ്രോബബിലിറ്റിയുടെ സം എപ്പോഴും 1 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു കാര്യം മാത്രം ഓർത്താലും മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോബ്ലത്തിലേക്ക് വന്നത്. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈ പ്രോബബിലിറ്റിയുടെ എല്ലാ സം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതായത് നമുക്കറിയാം, വി നോ ദാറ്റ് സമ്മേഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് ഈ താഴെയുള്ള പ്രോബബിലിറ്റി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 കിട്ടുമെന്ന് നോക്കാം. k പ്ലസ് k by 2 പ്ലസ് k by 4 പ്ലസ് k by 8 പ്ലസ് k by 16 is equal to 1. ഓക്കെ, നമുക്ക് ഇവിടുന്ന് k കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ എങ്ങനെ വരും? k കോമൺ ആയിട്ട് എടുക്കുമ്പോഴേക്കും
ബ്രാക്കറ്റിനകത്ത് ഇതെങ്ങനെയാണ് വരുന്നത് 1 + 1/2 + 1/4 + 1/8 + 1/16 is equal to 1. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 2 × 4 8 × 8 + 16 ഇതെല്ലാം കൂടെ LCM എടുത്ത് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് k × 31/16 ഈക്വൽ ടു 1 എന്നാണ്. ഇതൊരു ചെറിയ സിംപ്ലിഫിക്കേഷനാണ്, കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കാണിക്കാത്തത്. ദറ്റ് ഈസ് k ഈക്വൽ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് k എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. k ഈസ് ഈക്വൽ ടു ഈ 31/16 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 16/31 എന്നായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്തൊരു കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതേപോലെ PMFനകത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റിസൾട്ട് സമ്മേഷൻ P(x) = 1 എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്ത് നമ്മളതങ്ങ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഈ k = 16/31 എന്ന് കിട്ടിയതുകൊണ്ട് നമുക്കതിനെ കൊണ്ട് ഈ ടേബിളിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവോ? ടേബിളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കതൊന്ന് വരച്ച് എഴുതി കാണിക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കറിയാം ഈ ടേബിൾ എങ്ങനെയായി മാറും. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയുണ്ട്? 0 1 2 3 4. ഓക്കെ, ഇങ്ങനെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഞാൻ എഴുതാം. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, പക്ഷെ ഞാൻ എഴുതുകയാണ്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF. അവിടുത്തെ P(x) എന്ന് പറയുന്നത് k മാത്രം. k എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആദ്യം? 16/31. അപ്പം kയുടെ വാല്യൂ 16/31 ഈ 2 കൂടെ വരുമ്പോഴേക്കും അതിന് നമുക്ക് 16/31/2 എന്നല്ലേ? അതായത് 16/31 whole by 2. അതിൻ്റെ അർത്ഥം എന്താ? 16/31 × 2 എന്ന് പറഞ്ഞാൽ 2/1 എന്നാണ്. അതിൻ്റെ റെസിപ്രോക്കൽ 1/2. അപ്പോൾ ഈ ഡിനോമിനേറ്റർ വരുന്ന സാധനത്തിന് ഈ ന്യൂമറേറ്ററുള്ള ആളുമായിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ 2ഉം 16ഉം പോകുമ്പോൾ അത് എന്താവും? 8/31. അപ്പോൾ അതേപോലെ 16/31/4 എന്നാണ് പറയുന്നത്. അപ്പോൾ 16ഉം 4ഉം കൂടെ പോകുമ്പോൾ അടുത്ത് വരുന്നത് 4/31. അടുത്ത് 16ഉം 8ഉം കൂടെ പോകുമ്പോഴേക്കും അടുത്ത് വരുന്നത് 2/31. ലാസ്റ്റ് 1/31. കാരണം ഇവിടെ 16 ആയിരുന്നു. ഈ കെയുടെ സ്ഥാനത്ത് 16/31 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് എഴുതിയതാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 16/31 the whole by 2 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ ഡിനോമിനേറ്ററിലുള്ള ആൾ എപ്പോഴും റെസിപ്രോക്കലായിട്ട് പോകുമ്പം ഈ ന്യൂമറേറ്ററിൽ വരുന്ന 16/31 × 1 ഈ ഡിനോമിനേറ്റർ ആയിരിക്കും 1/2. അങ്ങനെയാണ് 8/31. അപ്പോൾ അടുത്തതിൽ 16/31 × 1/4. അപ്പോൾ ആ 16ഉം 4ഉം കൂടെ ക്യാൻസലായി പോയിട്ട് ബാക്കി 4. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഈ ടേബിൾ മൊത്തത്തിൽ എഴുതിയത്. അപ്പം നമ്മുടെ PMF കംപ്ലീറ്റ് ആയി. അത് നമ്മുടെ അടുത്ത് ആരും പറഞ്ഞില്ല എഴുതാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റൈറ്റ് PMF എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് എഴുതിയാൽ ബാക്കിയുള്ള ചേട്ടന്മാരെ കണ്ടുപിടിക്കാൻ നല്ല ഈസിയാണ്. അതുകൊണ്ടാണ് അത് എഴുതിയത്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? P(x) < 1 ഫൈൻഡ് ചെയ്യാനാണ്. എക്സിൻ്റെ വാല്യൂ < 1 ആവുമ്പോൾ ഉള്ള പ്രോബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ. എക്സിൻ്റെ വാല്യൂ 0 1 2 3 4 3 ഉണ്ടല്ലേ. < 1 എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം അവിടെ? എക്സിൻ്റെ വാല്യൂ x = 0 വരുമോ? വരും. 1നേക്കാളും ചെറുതല്ലേ. x = 1 വരുമോ? വരും. x = 1 ആകുന്നത് വരെയുള്ള എല്ലാ ആൾക്കാരും < ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം P(x) = 0 + P(x) = 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെടുത്തൊന്ന് എഴുതുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു P(x) = 0 എന്തായിരുന്നു? 16/31 + x = 1 എന്ന് പറഞ്ഞാൽ 8/31. 16 + 8 എത്ര കുട്ടികളെ? 24/31 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ P(x) > 1 ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. P(x) > 1 ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കണേ. > 1 ഉണ്ടോ അവിടെ? ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ? ഈക്വൽ ടു സിമ്പൽ ഇല്ല. അപ്പോൾ 1 വേണ്ട. 1നേക്കാളും മുകളിലുള്ള ആൾക്കാർ വേണം. 1നേക്കാളും മുകളിലൂടെ ആരൊക്കെയുണ്ട്? 2 3 4. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് P(x) = 2 + P(x) = 3 + P(x) = 4 ആണ് വേണ്ടത്. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴേ P(x) = 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരണേ? 4/31 + P(x) = 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2/31 + P(x) = 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/31. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 7/31 എന്നാ വരിക. ഓക്കെ, ഈ ആൻസർ ഇവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഈ എല്ലാ ആൾക്കാരുടെയും സം എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ P(a) എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ P(a) എന്ന് പറഞ്ഞാൽ 1 - P(a) ആണ്. ഇവിടെ എന്താണോ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്താലും മതി. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. ഇത് പ്രോബിലിറ്റിയിൽ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഈ രീതി കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ കണ്ടുപിടിക്കാൻ? നമുക്ക് P(x) > 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ കുട്ടികളെ?
ഗ്രേറ്റർ ദാൻ 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒരു ബാക്കിയല്ല 1 മുകളിലോട്ട് 2 3 4 തന്നെ ബാക്കിയുള്ളത് 0യും 1ഉം അല്ലേ. അതാണ് എങ്ങനെ എഴുതാം നമുക്ക്? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1നെ വേണമെങ്കിൽ നമുക്ക് 1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 0യും 1 എന്ന് പറഞ്ഞാൽ അതല്ലേ 0യും 1 നേരത്തെ നമ്മളിവിടെ എഴുതി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മനസ്സിലായെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളേ. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1 2 3 അല്ല 1 ഇല്ല 2 3 4 കാരണം ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പിൾ തിരിച്ച് വരണം, എക്സ് ലെസ് ദാൻ എന്നായി. ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈക്വൽ ടുവും കൂടെ ഇട്ടു. അപ്പോൾ 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ നമ്മൾ നേരത്തെ 24/31 എന്ന് കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 24/31 which is equal to 31 minus 24 എന്ന് പറഞ്ഞാൽ 7/31. അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടുപിടിച്ചത് കാരണം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ 1 മൈനസ് കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഈ ടേബിൾ ഇവിടെ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് പറഞ്ഞേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ഗ്രേറ്റർ ദാൻ 3 എന്നാണെങ്കിൽ പി ഓഫ് 4 മാത്രം മതിയായിരുന്നു. ബട്ട് ഇവിടെ എന്തുണ്ട്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് ആരും കൂടെ വേണം, 3യും കൂടെ വേണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിളും കൂടെ വേണം, ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിൾ ഒഴിച്ച് ബാക്കിയുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഉള്ളതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് 3യും കൂടെ ചേർത്തെടുക്കണം. എന്തൊക്കെ ഇവിടെ വേണ്ടത്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. നോക്കിയേ, എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 2/31 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്? 1/31 വിച്ച് ഇസ് ഈക്വൽ ടു 3/31. ആഡ് ചെയ്തപ്പോൾ കിട്ടി. അടുത്ത അപ്പോൾ ആ ക്വസ്റ്റിനും കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കി, എക്സിൻ്റെ വേരിയബിൾ ഏത് മുതൽ വരും? എക്സിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിടപ്പുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതുകൊണ്ട് പി ഓഫ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2 3 4 വേണം കുട്ടികളെ, 4 വേണ്ട. കാരണം എന്താ? ഇവിടെ കണ്ടോ, ലെസ് ദാൻ എന്ന് മാത്രമേ സിമ്പിളുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. അപ്പോൾ 2ഉം 3യും മാത്രം മതി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. മനസ്സിലാത്തവരുടെ സൈഡിൽ എഴുതി വെച്ചോളണം, അവിടെ 4ഉം കൂടെ എടുക്കാതെ. ഇപ്പോൾ 2 3 4 വേണ്ടേ ടീച്ചർ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുവാണ് 4 എടുക്കാത്തതിന് കാരണം ഇവിടെ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ മാത്രമേ വന്നുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, ഈക്വൽ ടുവും കൂടെ വന്നാലേ അതും കൂടെ എടുക്കത്തുള്ളൂ. ഈക്വൽ ടു ഇല്ലെങ്കിൽ നമ്മൾ അയാൾ എടുക്കത്തില്ല. കാരണം ഇവിടെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇവിടെ എടുത്തില്ലല്ലോ. 1 പോവുക, ബാക്കി 1നെക്കാളും വലുതായിട്ടുള്ള ആൾക്കാരല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 എന്ന് എടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് പി ഓഫ് 4 എടുക്കാത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2/31 പ്ലസ് 1/31 വിച്ച് ഈസ് ഈക്വൽ ടു 3/31. ഓക്കെ, നമ്മുടെ ഈ തന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോയുടെ ലെന്ത് ഇപ്പോൾ തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ തിയറി എല്ലാം പറഞ്ഞു, കാരണം തിയറി ആയിട്ട് ഞാൻ ഒന്നും ഡെഫിനിഷനൊന്നും എഴുതി തന്നിട്ടില്ല. ഡെഫിനിഷനൊന്നും വേണ്ട, നിങ്ങൾ നോട്ട് എഴുതുമ്പോഴും എങ്ങനെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവണം. ആ കഥ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എക്സ്പെരിമെൻ്റ് എന്താണെന്നും അതിനകത്ത് എക്സ്പെരിമെൻ്റ് ഔട്ട്കം റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴാണെന്നും റാൻഡം വേരിയബിൾ എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്നും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണെന്നും അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണെന്നും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. താഴത്തെ പ്രോബബിലിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കുന്നത്? 1 ആയിരിക്കുന്നു. ഇതിൽ ഓരോ പ്രോബബിലിറ്റിയും അത് മറന്നുപോയത്, ഞാൻ അത് ഇതുവരെ ഓർമ്മിച്ചില്ല. ഓരോ പ്രോബബിലിറ്റിയും 0ക്കും 1നും ഇടയ്ക്ക് വരും എന്ന് ഞാൻ എഴുതി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഞാൻ എഴുതി. പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു, ഇപ്പോൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല. ഇപ്പോൾ നോക്കിക്കേ, കിട്ടിയ ആൻസർ എല്ലാം നോക്ക്. എവിടെ ഈ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0ക്കും 1നും ഇടയ്ക്കല്ലേ? 7/31, 0യുടെയും 1ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ഇല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ആൻസർ ഉണ്ടോ? 3/31. ഇതെല്ലാം എന്താണ്? 0ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു തെറ്റ് വരുത്തി. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. പി ഓഫ് എക്സ് ഈക്വൽ ടു 2 4 ആയിരുന്നു. അപ്പോൾ 4/31 പ്ലസ് 2/31. അപ്പോൾ 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6/31 ആണ്. ഇപ്പോൾ എടുത്ത് കാണിച്ചപ്പോൾ അത് വീണ്ടും ശ്രദ്ധിച്ചത്. ഓക്കെ, കൂടുതൽ പ്രോബ്ലം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫോമുലയും കൂടെ ഒന്നിച്ച് പറഞ്ഞു തന്നിട്ട്
യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച രീതിയിലും ഞാൻ നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചതില്ലേ, അതിനകത്ത് നിന്നൊക്കെയുള്ള പ്രോബ്ലം ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, പക്ഷേ അതിപ്പോൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആക്കിയതിന് ശേഷം ആ പ്രിസ്ക്രൈബ് ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് പ്രോബ്ലംസ് ഓരോന്നായിട്ട് പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, വർക്കൗട്ട് പ്രോബ്ലംസ് ചെയ്തും കൂടെ തീർത്തിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് അപ്പോൾ തീരും. അപ്പോൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ എന്തൊക്കെ ഫോർമുല വരും അതെല്ലാം ഒന്നിച്ച് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ കുട്ടികളെ.